രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഇത്രത്തോളം മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവർക്ക് ഈ ഒരു രോഗമാണെന്നല്ലേ പറഞ്ഞുള്ളൂ. എന്തോ ഭാഗ്യം HIV എന്ന് പറയാത്തത്. അതിൽ ഒരു നന്മയുണ്ട്. HIV എന്ന് പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. നിനക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ രേണു നമസ്കാരം, നമ്മുടെ പഴയ സ്ഥലമാണ്, ഇടയ്ക്കൊക്കെ ഇവിടെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി എന്നുള്ളതാണ്. അപ്പോ രേണു സുധിയുടെ ക്യാൻസർ അതാണല്ലോ പ്രശ്നം. ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇടുന്നു. ഇപ്പൊ അതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് രേണു സുധി പലയിടത്തും ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു, പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഈ പറയുന്ന രേണു സുധി സത്യം എനിക്ക് വീണ്ടും വീണ്ടും രണാസുന എന്നാണ് പറയുന്നത്. കാരണം അതിന് ആപ്റ്റാണ് എന്നാണ് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോ സജീന വ്ലോഗ് ഒരു സുഹൃത്തുണ്ടല്ലോ, പലവട്ടം പിന്നിൽ നിന്ന് കുത്തുകയും മറ്റതാണ് മറിച്ചത് എന്നൊക്കെ പറയും. വീണ്ടും അവരെ കൊടുത്തേക്ക് എന്താണ് അത് കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ ഉടക്കെന്ന് പറയും, ചിലപ്പോൾ മറ്റൊന്ന് പറയും. എന്താ കൊണ്ട് അവളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു സാധനത്തിനെ ഈ പറയുന്ന രേണു സുധി എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഷെയർ ചെയ്തിട്ടും ഉണ്ട് എന്നുള്ളതാണ്. അതിനെനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നെ എയ്ഡ്സ് എന്ന് പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. ഈ പറയുന്ന സജീന അതിനകത്ത് പറയുന്നത് നീയൊക്കെ ഇതൊക്കെ പറഞ്ഞല്ലോ, ഇനി അവൾക്ക് എയ്ഡ്സ് എന്ന് പറഞ്ഞല്ലോ, ഭയങ്കര സമാധാനമുണ്ട്, ഭാഗ്യം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അതിന് 2 മറുപടി കൊടുത്തില്ലെങ്കിൽ അത് കുറച്ച് മറുപടി അതിന് കൊടുക്കണം എന്നുള്ളതാണ്. ഇവരെവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഈ പറയുന്ന റിയാക്ഷൻ ചാനലിൽ എന്താണ് പറഞ്ഞത്, അതൊക്കെ അറിയണമല്ലോ. നമുക്ക് അവള് പറഞ്ഞ സംഭവം ഒന്ന് കേൾക്കാം. വിവാദമാണ് രേണു സുധിയുടെ അസുഖത്തെ കുറിച്ചുള്ള ഒരു പ്രോബ്ലം. അതായത് ബാധിക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തി പോലും അറിയാത്ത കാര്യങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഒരു അസുഖം അവൾക്ക് ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്നവർക്കൊക്കെ എന്താണ്, അവരാണ് ഓക്കെ. ഇതാണ് ആദ്യം ബാധിക്കപ്പെട്ട വ്യക്തിക്ക് പോലും അറിയാത്ത കാര്യമാണ് ഇപ്പോൾ ഇവിടെ പടച്ചു വിടുന്നത്. കാരണം ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന രണാസുന ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം അവരുടെ വാക്കുകളാണ് എന്നുള്ളത്. നമ്മളൊരു വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ ആ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിക്കണം. അവൾക്ക് അതേ പക്ഷേ അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇവിടെ ആർക്കാണ് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞത്? ആരെങ്കിലും നമുക്ക് അങ്ങനെ ഈ പറയുന്ന റിയാക്ഷൻ ചാനലിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾ നിനക്കത് വേണം, നിന്റെ കർമ്മയാണ്, നീ എന്താണ് പ്രദർശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്, അവിടെ തന്നെ നിനക്കൊരു അസുഖം വന്നത് നിന്റെ കർമ്മയാണെന്ന് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കമന്റിൽ ഒരുപാട് കമന്റുകൾ വരും. കമന്റിൽ വരുന്നത് നമ്മുടെ ഉത്തരവാദിത്തത്തിലേക്ക് വെക്കുന്നത്. ഇതിപ്പോ നമ്മളായിട്ട് ഇവൾ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ്, നമ്മളായിട്ട് ഇങ്ങനെ ഒരു അസുഖം കൊണ്ടുവന്ന് റീച്ചിന് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളൊരു ലെവലിലാണ് ഈ പറയുന്ന സജീന വ്ലോഗ്സ് പറഞ്ഞു വെക്കുന്നത്. അതിന് ചികിത്സിക്കാനുള്ള കാശ് കൊടുക്കുന്നു. അല്ല, പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അവൾക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ ഒരു അസുഖം വെച്ചിട്ട് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അവളുടെ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള മുൻകരുതലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് പറയാം. അതായത് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു നരേഷൻ ഇതാ തോന്നിയത്. അതായത് നമുക്കറിയാം ഈ ഒരു സാധനം കൊണ്ടുവരുന്നത്, അതായത് ഞാൻ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ ഓൺലൈനിൽ വന്ന് തുണിയവത്തിട്ട് ശരീര പ്രദർശനം ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിന് എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു എന്നറിഞ്ഞുകൊണ്ട് എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് എന്നൊരു നരേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്ന് സജീന, ഒരാഴ്ച ആയതേ ഉള്ളൂ ഈ സാധനം ഡിറ്റക്ട് ചെയ്തിട്ട്, അറിഞ്ഞിട്ട് ഈ അപരാധം കാണിച്ചു തുടങ്ങിയിട്ട് 1.5 കൊല്ലത്തോളം ആയി. അതുകൊണ്ട് ആ ഒരു നരേഷൻ ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട. അപ്പൊ താങ്കൾക്ക് ഇത് അറിയാം അല്ലേ? താങ്കൾക്ക് ഇത് അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു സാധനമാണ് ഇപ്പം വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി പറയുന്നത്? ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് അവൾക്ക് ആ അസുഖം ഉള്ളത് കൊണ്ട് വേറെ ഒരു പണിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ തുണി ആവത്ത് കാണിച്ച് പൈസ ഉണ്ടാവും കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടിയത്. ഒരാഴ്ച കൂടിപ്പോയി 2 ആഴ്ച ആയിട്ടുള്ളൂ ഇത് ഇന്നതാണ് എന്നറിഞ്ഞത്. ഈ അപരാധം തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. അത് മാത്രമല്ല, അത് ആ നരേഷനിലേക്ക് കൊണ്ടിട്ട് തരണ്ട, അത് ആരെയും അടിച്ചേൽപ്പിക്കുകയും വേണ്ട, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അങ്ങനെ ഒരു അസുഖമുള്ള ഒരു വ്യക്തിയെ വെച്ച് സ്വന്തം കുടുംബത്തിന് ഇൻകം ഉണ്ടാക്കി വയറ് വീർപ്പിക്കുന്ന കുറെ വ്ളോഗർമാരും കുറെ വ്ളോഗർത്തികളും ഉണ്ട്. അവളോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ശരിയാണ്, ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് നിങ്ങളത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവളെ വെച്ച് നിങ്ങൾ ഉണ്ടാക്കിയ റവന്യൂ ഇച്ചിരി മുണിയൊന്നും അല്ലല്ലോ, കുറേ കാലം കൊണ്ടിട്ട് ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു പങ്ക് അവൾക്ക് ചികിത്സയ്ക്കായിട്ടും കൊടുക്കും. നീ കൊടു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ഈ വ്ളോഗർമാർ, അതായത് ഞാൻ ഉൾപ്പെടെ ഇടുന്ന റിയാക്ഷൻ ചാനലുകാർ ഈ ഒരു സാധനം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോൾ പറഞ്ഞത് ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അടക്കമുള്ള റിയാക്ഷൻ ചാനലുകാർ പറഞ്ഞെന്നറിയാമോ? ഇനി ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ വരാതിരിക്കട്ടെ, ഒരു ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ വരാതിരിക്കട്ടെ, ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഇനി അതിലോട്ട് പോകുന്നില്ല എന്നാണ്. അതായത് റിയാക്ഷൻ അവളെ വെച്ചിട്ട് അല്ലെങ്കിൽ അവളുടെ ഈ പറയുന്ന അപരാധങ്ങൾ വെച്ചുണ്ടാക്കുന്ന റിയാക്ഷൻ നിർത്താൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അല്ലാതെ നമുക്ക് വേണമെങ്കിൽ മൂടി വയ്ക്കാറുണ്ടല്ലോ, ഇത് പക്ഷേ ഉണ്ടായിരുന്നു, ആ മൂടിയൊക്കെ ഇനി ഈ സാധനം ഇട്ട് വെച്ച് നമുക്കിനി ചെയ്യാം, നമുക്ക് വേണ്ട, നമുക്ക് ക്യാഷ് ഉണ്ടാക്കണം. ഇതുപോലുള്ള ഈ ഒരു അസുഖത്തെ വെച്ച് നമുക്ക് ഇനിയും
ഇപ്പൊ അസുഖം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി വീഡിയോ ഇടാൻ പിള്ളേരെ നമ്മുടെ മണ്ടയ്ക്ക് കയറില്ലേ, അത് വേണ്ട എന്ന് വേണമെങ്കിൽ ഒളിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോ അത് ഏതാണ്ട് പിന്നെ ശരിയാണെന്ന് അറിഞ്ഞപ്പോ അതെന്ത് ചെയ്തു, അത് പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി നിങ്ങൾ എന്തോ ചെയ്തു, നമ്മൾ ഇനി അതിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്ന ഇപ്പൊ നീയാണ് അത് അറിഞ്ഞു വെച്ചുകൊണ്ടും വീണ്ടും വീണ്ടും വീഡിയോ ഇടുന്ന മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും പൈസ ഉണ്ടാക്കണം നീയാണ്. അപ്പൊ നീ കൊടുക്കണം പൈസ, നീ എങ്ങനെ കൊടുക്കാനുള്ളത്? മനസ്സിലായോ? പലരും പല അപരാധങ്ങളും കാണിക്കും. ഈ പറയുന്ന സമൂഹത്തിന് കുട്ടികൾക്കെല്ലാം വഴിതെറ്റിക്കുന്ന രീതിയിൽ അപരാധം കാണിച്ച് അത് ഇടുമ്പോൾ അത് മറ്റുള്ളവർ അവയർനെസ് പോലെ നമ്മൾ ചൂണ്ടിക്കാണിക്കും. ആ പൈസ നീ അവൾക്ക് കൊടുക്കണം, ഈ അപരാധം കാണിച്ചാൽ കൊടുക്കണം, നീ കൊടുക്കുക. ഒരുപാട് പണം ഉണ്ടാക്കിയല്ലോ, ലക്ഷങ്ങൾ കയ്യിലുണ്ട്. 5 ലക്ഷത്തിന്റെ ഷൂ, 5 ലക്ഷത്തിന്റെ നെക്ലസ്, കാറ്, മാങ്ങ, തേങ്ങ കൊണ്ടല്ലോ അങ്ങോട്ട് ചികിത്സ ചെയ്യേ. അത്ര ഇതാണെങ്കിൽ അപ്പൊ ഇവിടെ അത് മറച്ചു വെച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ നീയാണ്, ആണല്ലോ. ഇവിടെ റിയാക്ഷൻ ചാനലുകൾ ചെയ്തവരെന്ത് ചെയ്തു, അവരെന്ത് കൃത്യമായിട്ട് ഇത് വന്ന് പലർക്കാണെങ്കിൽ ഒളിച്ചു വെച്ചുകൂടായിരുന്നോ? അവർക്ക് ഒളിച്ചു വയ്ക്കായിരുന്നല്ലോ. ഇപ്പൊ എന്തായി, നമ്മൾ ഉൾപ്പെടെയല്ല, അവർ ആരെങ്കിലും വന്ന് പറഞ്ഞു ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഈ അസുഖം വന്നപ്പോൾ വേണ്ട, ഇനി അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ശരി, എന്തോ ആയിക്കോട്ടെ, ഇനി ആ അസുഖക്കാരിയെ പോയി ഇന്ന് കുറ്റം പറയേണ്ട എന്നാണ് പറഞ്ഞത് തന്നെ സജീന വ്ലോഗ്. അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇപ്പൊ ഇത് എവിടെയാണ് നീ വളച്ച് തിരിച്ചു കൊണ്ടുപോകുന്നത്? അപ്പൊ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ടും വീണ്ടും പൈസ ഉണ്ടാക്കുന്ന നീ പൈസ ഉണ്ടാക്കിയിട്ടല്ലോ കുറെ, നീ എത്രയോ വീഡിയോ ഇട്ടിട്ടുണ്ട്, കുറച്ചു കൊണ്ട് കൊടു. അത്രയല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു പിന്നെ റൂമർ കേൾക്കുന്നുണ്ട്, ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത്. സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, എന്നല്ല, അങ്ങനെ ഒരു ഇതുണ്ടെന്ന് രേണുസുതി ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിക്കുമ്പോൾ ചേച്ചിക്ക് എന്താ ഇതിനെക്കാട്ടി എമ്പരമുള്ള കാര്യങ്ങൾ എന്നെക്കുറിച്ച് പരത്തിക്കൊണ്ട് നടക്കുന്നു, അപ്പൊ പിന്നെ ഇതൊക്കെ എന്ത് നിസ്സാരം. പക്ഷെ എനിക്കതൊരു അത്ഭുതമുള്ളതും ഒരു നന്ദി പറയാനുള്ളതും, രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഇത്രത്തോളം മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവർക്ക് ഈ ഒരു രോഗമാണെന്നല്ലേ പറഞ്ഞുള്ളൂ. എന്തോ ഭാഗ്യം HIV എന്ന് പറയാത്തത്, അതിൽ ഒരു നന്മയുണ്ട്. ഓക്കെ, HIV എന്ന് പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. നിനക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ രേണുസുതി സമ്മതിച്ചില്ല. ഞാൻ പറയുന്നത് അങ്ങനെ വരാതിരിക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെ വരാതിരുന്ന ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകൾക്ക് ചാകര തന്നെയാണ്. അവർ വീണ്ടും വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും, അവർക്ക് വീണ്ടും പണം കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അവർക്ക് ഓഡിയൻസിന്റെ അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് പ്രേക്ഷകർക്കറിയാം. ഈ പറയുന്ന ഈ അപരാധം കാണിക്കുന്നവർക്ക് 2 കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളിടത്തോളം കാലം അവർക്ക് റിയാക്ഷൻ ഈ പറയുന്ന ക്യാഷ് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. പറഞ്ഞോ? അതായത് അവൾക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവളുടെ അഭിപ്രായമാണ്. നിങ്ങൾ എനിക്ക് ക്യാൻസർ ഉണ്ടെന്നല്ലേ പറഞ്ഞോളൂ, എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല, വളരെ ഭാഗ്യം എന്ന രീതിയിൽ ആക്ഷേപിക്കും എന്ന രീതിയിൽ പറയുന്നവളെയൊക്കെ എന്തിനാണ് നമ്മൾ എന്തിനാണ് ഒരു സഹാനുഭൂതി? എന്തിനാണ് നമ്മൾ ഇതുവരെ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെല്ലാവരും പറഞ്ഞൊരു സഹാനുഭൂതിയുണ്ട്, ഒരു പാവമല്ല, പോട്ടെ ഇനി എന്തായിക്കോട്ടെ, ഇനി ഒരു ക്യാൻസർ രോഗി നമുക്ക് ഇന്ന് പറയണ്ട എന്ന് പറയുമ്പോൾ അവിടെയും അഹങ്കാരം കാണിച്ചുകൊണ്ട് അതും മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിട്ട് ഇടുന്ന രീതിയിൽ നമ്മൾ എന്തോ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഇത് വരുത്തി റീച്ചിന് വേണ്ടി ഒരു ചെറിയ 5 വയസ്സുള്ള ബുദ്ധിയുള്ളവൻ ഈ അറിഞ്ഞു കഴിഞ്ഞാൽ റീച്ചിന് വേണ്ടിയിട്ട് ഇത് പറയത്തില്ല. അല്ലെങ്കിൽ ആ പറയുന്ന വീഡിയോ ഇടുമ്പോൾ നമ്മൾ പറയുമായിരുന്നു, എന്താണ് നമ്മൾ പറയില്ലായിരുന്നു, എന്താണ് ഇനി അങ്ങോട്ട് ഈ ഒരു വീഡിയോ ഇടില്ല, പോട്ടെ എന്തോ ആയിക്കോട്ടെ പോട്ടെ, ഞാൻ ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയില്ലായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഇട്ടപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു അസുഖം അവൾക്ക് ഉണ്ട്, ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, ശത്രുക്കൾക്ക് പോലെ വരരുത്, ഇനി അതാ കേസ്, അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഇനി എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഇനി നമ്മൾ അതിലോട്ട് പിടിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. താങ്കളാണ് ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് താങ്കളുടെ സംസാരത്തിൽ നിന്ന് ബോഡി ലാംഗ്വേജിൽ നിന്ന് എന്താണ് സത്യം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. ഇനി ഈ പറയുന്ന രേണുസുതിക്ക് ഇനി എന്ത് മറച്ചു വെക്കുന്ന വെച്ചാൽ പേടിയായിരിക്കും, കസ്റ്റമർ കുറയുമെന്നുള്ള പേടിയായിരിക്കും, മറ്റുള്ളവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യും എന്നുള്ള പേടിയായിരിക്കും, അതെന്ത് തേങ്ങ ആയിക്കോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന റിയാക്ഷൻ ചാനലിൽ ഇങ്ങനെ ഒരു സംഭവം വന്നൊരു പ്രേക്ഷകരിലേക്ക് ഇടുമ്പോൾ ഒരു പരിധി വരെ കുറച്ച് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പാവമല്ലേ, ആ വോയിസിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം അവരെ പിന്നീട് എന്ത് ചെയ്തിട്ടാണ് ഈ പറഞ്ഞതുപോലെ കുറ്റപ്പെടുത്തി, പക്ഷേ ഈ ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു സഹതാപം തോന്നി എന്ന വോയിസിൽ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റിയാക്ഷൻ ചാനലിൽ അത് കൊണ്ടുവന്ന് പറഞ്ഞത്, എന്നിട്ട് എല്ലാവരും പറയുകയും ചെയ്തു നമ്മൾ ഇനി അതിനെ കുറിച്ച് വീഡിയോ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ വന്ന് വീണ്ടും പ്രൊവോക്ക് ചെയ്യണം, വീഡിയോ ചെയ്യ് എന്നിട്ട് ഇതിന് പ്രൊവോക്ക് ചെയ്യണം നിങ്ങളാണ്. അപ്പൊ ഇത് വെച്ച് കൃത്യമായിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നത് നീയാണ് എന്നുള്ളതാണ്. ഇനി രനാസുന ഇതിനെക്കുറിച്ച് ഇതിന്റെ ആൻസർ ഈ ഒരു ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞ എന്താണെന്ന് നോക്കാം. അപ്പോൾ ചേച്ചി ഇതേപോലെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചേച്ചിക്ക് ഇതേ വരുന്ന പുതിയൊരു വിവാദമാണ്, ചേച്ചിക്ക് ക്യാൻസർ ആണെന്നും അതിനെ സംബന്ധിച്ച് ഒരുപാട് ന്യൂസുകൾ പല കമന്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ചേച്ചി എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? പല അലിഗേഷൻസും ഇതിനു മുന്നേ ഈ പുറത്ത് വിട്ടവരും ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. മെഡിക്കലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരെ പല അലിഗേഷൻസ് ഇതിനു മുന്നേ നിങ്ങൾക്കറിയാലോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ പറ്റി.
സോ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് പറയാനില്ല. ദയവേദി ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് എന്റെ സ്നേഹിക്കുന്നവർ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞു. എനിക്കിത് ഇപ്പൊ പറയാനില്ല. എന്നിട്ട് എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരാൻ? കുറെ അവർക്കല്ലേ അറിയത്തുള്ളൂ. കുറെ പേര് പറഞ്ഞത് ഇത് ഫേക്കാന്ന്, കുറെ പേര് പറയുന്നുണ്ട് അവർക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് അങ്ങനെയും വരുന്ന കുറെ ആൾക്കാരുകൾ. എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല. ഇതിന് മുന്നേ അലിഗേഷൻസിന്റെ ഒരു നിര തന്നെ എനിക്കെതിരെ വന്ന ഒരു വേറൊരു ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ ഇപ്പോഴും വന്നിരുന്നുണ്ട് പറയണ നമ്മളൊക്കെ എന്തോ കള്ളം പറഞ്ഞു എന്നുള്ളതാണ്. ആ ബോഡി ലാംഗ്വേജിൽ പറയുന്ന ഇതിനെ തന്നെ ഒരാൾ വന്ന് നമ്മൾ പറയുകയാണ് ഇതുപോലെ നിങ്ങൾക്ക് ക്യാൻസർ ആണ്, അല്ലെങ്കിൽ സ്തനാർബുദമാണ്, ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ എടുത്തിട്ട് പറഞ്ഞു നീ ആടാ കണ്ടടാ ടോണാന്റെ റിപ്പോർട്ടുള്ള നീ എന്താ പറയണം, ആ രീതിയിൽ പറയുന്നത് അതൊന്നുമല്ല പറയുന്നത്. അവിടെയും അതിനെയും വെച്ചിട്ട് എന്ത് ചെയ്യും, അതിന് ഇതിലുണ്ടാക്കും കള്ളം, നാക്കെടുത്ത കള്ളവ് പറയത്തുള്ളൂ. നാക്കെടുത്ത കള്ളവ്. ഇതിലിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ അറിഞ്ഞ സ്ഥിതിക്കും ഇത് ഏതാണ്ട് സത്യമാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ കൂറടക്കണ സജീനെയും മറ്റവരൊന്നും അറിയത്തില്ല. ഇവരവിടെ പോയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഇതിനി സ്ഥിരീകരിച്ചോ ഇല്ലെന്നുണ്ട്. ഇത് ഏതാണ്ട് സത്യമാണ് എന്നുള്ളതാണ്. ചിലപ്പം കസ്റ്റമർ കുറയും എന്നുള്ള രീതിയിലായിരിക്കാം, പേടിച്ചിട്ടാണോ ഇനി ഇങ്ങനെ പറയാതിരിക്കുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഒരു റീലും കൂടി ഉണ്ട്. കിച്ചുവിന്റെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു? എന്റെ പൊന്നു ചേട്ടാ, ഉദ്ഘാടനമോ ബ്ലോഗോ എന്ത് വേണേലും നന്നായിട്ട് ജീവിക്കട്ടെ. സന്തോഷം സന്തോഷം, എന്നോടൊന്നും ചോദിക്കരുത്. ചേച്ചിക്ക് എന്താ തോന്നുന്നു? ചേച്ചി സന്തോഷം 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 സന്തോഷം. കണ്ടോ? ആ വീഡിയോ കണ്ടോ? സന്തോഷം ചേട്ടാ, ഞാൻ കണ്ടു. സന്തോഷം. ശരി, ഓക്കെ. കിച്ചുവിനെ കുറിച്ച് ചോദിച്ചപ്പോഴുള്ള വീഡിയോ ആണ്. എന്തൊക്കെ ആയിരുന്നു എന്റെ പൊന്നി, ഞാൻ പറ്റില്ലെന്നേ ഉള്ളൂ, എന്റെ മട്ടനാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം സന്തോഷം സന്തോഷം പേര് പറയും സന്തോഷം സന്തോഷം ഇത്രയൊക്കെ ഉള്ളു. ഇതൊക്കെ ഈ കാണിക്കുന്നതൊക്കെ അഭിനയം വേണം. നമുക്കൊക്കെ മുമ്പേ അറിയാം, കുറെ പേർക്കൊക്കെ ഇപ്പോഴായിരിക്കും മനസ്സിലായത് എന്നുള്ളതാണ്. കിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞില്ല അമ്മ എങ്ങനെയുണ്ട്, സൂപ്പർ സൂപ്പർ. ഇത്ര പിന്നെ മക്കൾ എങ്ങനെ പറയും പറഞ്ഞ ഈ പറയുന്ന തുണിയവത്ത് അപരാധം കാണിച്ച് വയറും കാണിച്ച് മുളയം കാണിച്ചെടുക്കണമെന്ന് ഈ സജീന വ്ളോഗ്സ് കൊണ്ട് സപ്പോർട്ട് ചെയ്യരുത് കേട്ടോ. കൂട്ടുകാരിയല്ലേ പറഞ്ഞു എന്തോ. നിങ്ങളിപ്പോ ഒരുപാട് ഈ പറയുന്ന ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ടല്ലോ, കുറെ ഇനാഗ്രേഷൻ കിട്ടുന്നല്ലോ, ഗൾഫിൽ ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ സമൂഹത്തിന് മുമ്പിൽ നാറാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇവിടെ ആർക്കാണ് അറിഞ്ഞോട്ടെ അവരെന്ത് പണിയാണ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അവരെ വേറൊരു രീതിയിലേക്ക് അല്ലെ പ്രോത്സാഹിപ്പിച്ച് വിടുന്നതിന്റെ ഒരു പങ്ക് നിനക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ വന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് നമ്മളെന്തോ കുറ്റം പറഞ്ഞു, നമ്മളെന്തോ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തു എന്ന് പറഞ്ഞ ഒരു 5 വയസ്സുവരെ വിവരം പോലും ഇല്ലാത്ത ആളെന്ന് പറയുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ അതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു സാമാന്യ ബുദ്ധി താങ്കൾക്ക് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ രണാസുനെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇനി ഈ ഒരു സാധനമേ ഇല്ല, ഇതെല്ലാം പറഞ്ഞുണ്ടാക്കുന്നതാണ്, ഇത് റിയാക്ഷൻ ചാനലോട് പറഞ്ഞുണ്ടാക്കുന്നതാണ്, ഈ പറയുന്ന എനിക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. ശരി, ഓക്കെ, നന്നായിരിക്കട്ടെ, ആ ഒരു അസുഖം ഇല്ലാതിരിക്കട്ടെ എന്നുള്ളതാണ്. ചുമ്മാ വന്ന് നുണ പറയരുത് എന്നുള്ളതാണ്. നാളെ വന്നിട്ട് അയ്യോ അങ്ങനെയാണ് എന്നുള്ള നുണ പറയരുത്. മനസ്സിലായോ? നമുക്ക് വിടുങ്ങണം. ജയ് ഹിന്ദ്.